ഹലോ, ഇന്ന് പുഴഞ്ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതും കറി വെക്കണമെന്നൊന്ന് നോക്കാം. ഞണ്ടുകളിൽ ഏറ്റവും ടേസ്റ്റ് പുഴഞ്ഞണ്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്തതിന് ശേഷം കാലുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ വലിയ കാല് മാത്രമേ നമ്മൾ കറിക്കെടുക്കാറുള്ളൂ. ചെറിയ കാലുകൾ നമ്മൾ എടുക്കാറില്ല, അതിൽ ദശ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഒന്നും കൂടി കാണിച്ചു തരാം. കൈ കൊണ്ടും വേണമെങ്കിൽ നമുക്കിത് ഒന്ന് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാലുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അടുത്തത് ഔട്ടർ കവർ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കിയേ. ഇതേപോലെ ഈ ദശ നമുക്ക് കളയണ്ട, യൂസ് ചെയ്യാം. ചില ആൾക്കാർ എടുക്കാറുണ്ട്, ചില ആൾക്കാർ എടുക്കാറില്ല. അപ്പം നടുക്ക് ഒരു ചെറിയ കല്ല് പോലെ ഒരു സാധനമുണ്ട്, അതെടുത്ത് മാറ്റണം. അപ്പോൾ ഈ ദശ നമുക്ക് യൂസ് ചെയ്യാം കറിക്ക്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ കൈ കൊണ്ടെടുത്ത് മാറ്റാം. അതിനുശേഷം ഔട്ടർ കവറ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് മസാല തയ്യാറാക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു വലിയ സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടുന്നത് ഉഷ്ണമൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മസാല നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളുടെ മസാല റെഡിയായി. ഈ മസാല ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിലേക്ക് ഒന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമിടേണ്ട ആവശ്യമില്ല, വെള്ളം തനിയെ വന്നോളും. ഇതിപ്പോൾ ഞണ്ടിൻ്റെ കാലിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് എണ്ണയിൽ വറുത്തതിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം ആവശ്യത്തിന് വേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് കപ്പ പുഴുങ്ങിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കപ്പ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം വീണ്ടും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളുടെ മസാല എല്ലാം ഞണ്ടിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഞണ്ട് മസാല റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്